കേരളത്തിന് നല്ലത് രണ്ട് മുന്നണികളും മാറി മാറി ഭരിക്കുന്നതാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കവിയും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ സച്ചിദാനന്ദൻ പറഞ്ഞു. സച്ചിദാനന്ദന്റേത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും ഭരണ തുടർച്ച ഉണ്ടായാൽ പാവപ്പെട്ട എന്ന വാക്ക് തന്നെ ഉണ്ടാവില്ലെന്നുമാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. പ്രതിപക്ഷമാണ് ഒരുപക്ഷെ ജനഹിതം പലപ്പോഴും പ്രകടിപ്പിക്കുന്നത്. ജനങ്ങളുടെ എതിർപ്പുകൾ, ജനങ്ങളുടെ അസംതൃപ്തികൾ, ഇതിനെയൊക്കെ പ്രതിഫലിപ്പിക്കാൻ പ്രതിപക്ഷം ആവശ്യമാണ്. അതുകൊണ്ട് ഏത് ജനാധിപത്യത്തിലും ഒരു പ്രതിപക്ഷം ഉണ്ടാവുക, ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് ജയം തോൽവി എന്നതാകരുത് പാർട്ടികളുടേതായ ആത്യന്തിക ലക്ഷ്യം. നേരെ മറിച്ച് നമ്മൾ ജനങ്ങളുടെ കൂടെയാണോ, ജനങ്ങളുടെ അഭിപ്രായമാണോ നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത്. ജനങ്ങൾ എന്ന് ഞാൻ പറയുമ്പോഴും വളരെ പ്രത്യേകമായ പീപ്പിൾ എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന അർത്ഥത്തിൽ തന്നെയാണ്. അതായത് ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങൾ, അത് തൊഴിലാളികളാവാം, അത് കർഷകരാവാം, അത് ആദിവാസികളാകാം, ദളിതരാകാം, മതന്യൂനപക്ഷങ്ങളാകാം, വംശന്യൂനപക്ഷങ്ങളാകാം, ലൈംഗിക ന്യൂനപക്ഷങ്ങളാകാം. ഈ തരത്തിലുള്ള ആളുകളെ ഞാൻ പലപ്പോഴും അത് ഉദ്ധരിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. മാറി മാറി ഭരിക്കുക, ഒരു ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തിരിക്കാനും പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തിരിക്കാനുമുള്ള അവസരമുണ്ടാകുക. ഭരണപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷം തങ്ങളുടെ എതിർപ്പുകൾ സത്യസന്ധമായിരുന്നു, ആത്മാർത്ഥമായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ശ്രമം നടത്തുക. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷം അപ്പോഴത്തെ ഭരണപക്ഷത്തിൻ്റെ കുറവുകളും അതിൻ്റെ ദൗർബല്യങ്ങളുമൊക്കെ എടുത്ത് കാണിക്കുക. ഈ രീതിയിലുള്ളൊരു നിരന്തരമായ പ്രതിപ്രവർത്തനം ഏത് തരത്തിലുള്ള ജനാധിപത്യത്തിനും ആവശ്യമാണ്. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേഡർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം വേണ്ടത്ര ജാഗ്രത കുറവോടുകൂടിയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ജാഗ്രത കുറവ് വരുമെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് അദ്ദേഹത്തിന്റെ ആശയമാണത്. ഈ ആശയമുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. അതിന്റെ അർത്ഥം ഈ ഗവൺമെന്റ് വേണ്ടെന്നല്ലോ, തുടരണ്ടെന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അതിന്റെ അവസാന ഭാഗം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് ഒരു സ്ഥിരമായ സംവിധാനമാണ് എന്ന് കരുതുന്നില്ല, പലപ്പോഴും മാറ്റം വേണ്ടി വരും. ഞാൻ അവിടെയാണ് ഊന്നുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തോൽക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ തോൽവിയാണെന്നോ, ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായ ജയമാണെന്നോ ഞങ്ങൾ ആരും കാണുന്നില്ല സുഹൃത്തെ. ഞങ്ങൾ തുടർഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല. അത് മനസ്സിലായോ പറഞ്ഞത്?